ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിത് മല്ലു ബിഗ് ബോസ്. അതെ, ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ മുന്നിലേക്ക് ഇതായി എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴിതായി ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വാർത്തകളും ഇനി അങ്ങോട്ട് വിശകലനങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ബിഗ് ബോസിനെ ആരാധിക്കുന്ന, കൂടുതൽ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സീസൺ 7 ഞങ്ങളോടൊപ്പം തുടരുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥയിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ എല്ലാ താരങ്ങളും, നമ്മൾ ഈ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്ന എല്ലാ താരങ്ങളും സെറ്റുകളിൽ എത്തിയിരിക്കുന്നു എന്ന പുതിയ അപ്ഡേറ്റ് തന്നെയാണ് പങ്കുവെക്കുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നമുക്കറിയാം. ഫസ്റ്റ് ആ ലോഞ്ച് എപ്പിസോഡിന് മുമ്പ് തന്നെ അവരുടെ ഡാൻസിനോടൊപ്പം കാണിച്ചു വയ്ക്കുന്ന ഒരു പ്രത്യേക ലോഗോയുണ്ട്. അവരവർ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട്, താങ്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ ജന്മനാട്ടിൽ ചെയ്തതും അതോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് ഒരു ഇൻട്രോ സെഷൻ പോലെയുണ്ട്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ഒരു സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത് സെറ്റ് വയ്ക്കുന്ന രീതി, അല്ലാതെ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഏകദേശം എല്ലാ താരങ്ങളും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു MVP ഫിലിം സിറ്റി, നമ്മുടെ പുതിയ ബിഗ് ബോസ് വീടുമായി ബന്ധപ്പെട്ട ലൊക്കേഷനിൽ സെറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. ഇത്തവണ നമ്മൾ ആദ്യ ഇടത്തിൽ തന്നെ ഒരു 19-20 മത്സരാർത്ഥികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം വൈൽഡ് കാർഡ് എൻട്രികളുടെ വരവായിരിക്കും. ലാലേട്ടൻ പറഞ്ഞതുപോലെ പണി കൂടുതൽ ലഭിക്കുന്ന, 7 പണികൾ കാത്തിരിക്കുന്ന, എല്ലാ തരത്തിലും ഒരു അടിമുടി പൊളിച്ചെഴുതുന്ന ഒരു ബിഗ് ബോസ് സീസൺ 7 അതിന്റെ പ്രോമോ സോങ് വരെ സെപ്പറേറ്റ് ഇറങ്ങിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ത്രില്ലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ വിഷുവും ലാലേട്ടന്റെ ബർത്ത്ഡേ ഒക്കെയാണ് കണ്ടതെങ്കിൽ ഇത്തവണ കാണാൻ പോകുന്നത് ഓണവും അതിനുശേഷമുള്ള വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സർപ്രൈസുകളും പരിപാടികളും ഒക്കെയാണ്. വോട്ടിംഗിൽ മാറ്റമുണ്ട്, അതുപോലെ തന്നെ ലൈവ് കാണുന്ന പ്ലാറ്റ്ഫോമിൽ മാറ്റമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ടാസ്കുകളിലും ആ ബിഗ് ബോസ് വീട്ടിന്റെ A to Z കാര്യങ്ങൾ ഇത്തവണ വമ്പൻ മാറ്റങ്ങളോടുകൂടി വരുമ്പോൾ പ്രേക്ഷകർ വളരെയധികം സർപ്രൈസ്ഡ് തന്നെ ആയിരിക്കും. ഇതുവരെ എങ്ങനെ കളിച്ചതോ അല്ലെങ്കിൽ കളി പഠിച്ചുകൊണ്ട് പോയി കളിക്കുന്ന ഒരവസ്ഥ ആയിരിക്കില്ല. ഇനി കളികൾ അവിടെ നിന്ന് മെനയേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എങ്കിലൊന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.